എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ 16ാം നിയമസഭയിലേക്കുള്ള ഇലക്ഷനെല്ലാം നടന്ന് ഫലവുമെല്ലാം പ്രഖ്യാപിച്ച് അതിൻ്റെ മന്ത്രിസഭയും ചുമതലയേറ്റിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിച്ച് ഓർഡറായി വന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായി കോഡിലൂടെയും ഓർത്തുവയ്ക്കാനാവുന്ന രീതിയിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ആദ്യമായി നമ്മുടെ 16ാമത് കേരള നിയമസഭയാണ് ഈ 2026 നിലവിൽ വന്നിരിക്കുന്നത്. അത് ഓർത്തിരിക്കണം, 16ാമത് കേരള നിയമസഭ. നമുക്കറിയാം 2026 16ാമത് കേരള നിയമസഭ 2026 നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനെ 6 വെച്ചിട്ട് നമുക്കത് ആലോചിച്ച് ഓർത്തിരിക്കാം. 16ാമത് കേരള നിയമസഭ 2026 നിലവിൽ വന്നിരിക്കുന്നു. ഇനി അതിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റ ഡേറ്റ് 2026 മെയ് 18 കേരള നിയമസഭയിലെ അല്ലെങ്കിൽ കേരള മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ ചുമതലയേറ്റിരിക്കുകയാണ് 2026 മെയ് 18. ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2026 മെയ് 18 കേരള മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നു. ഇനി ആദ്യമായി നമുക്ക് മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും വകുപ്പുകളെക്കുറിച്ച് പഠിക്കാം. ആദ്യമായി നമുക്ക് പഠിക്കാം കേരള മുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശനാണ് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി. 13ാമത് കേരള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. 24ാമത് മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ വി.ഡി. സതീശൻ. ഇനി അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, 2001 മുതൽ 6ാം തവണയാണ് ശ്രീ വി.ഡി. സതീശൻ പറവൂർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ആ മണ്ഡലം കൂടി ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് ശ്രീ വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ്. അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. മുഖ്യമന്ത്രിയുടെ കീഴിൽ ധാരാളം വകുപ്പുകൾ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്: ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. ഇനി ഇത് ഓർത്തിരിക്കാൻ, പൊതുഭരണം നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. മുഖ്യമന്ത്രി, പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് പൊതുഭരണം. അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭരിക്കുന്നത് മുഖ്യനായ മന്ത്രി, മുഖ്യമന്ത്രി. ഇനി ഈ ഭരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായും വേണ്ടത് ധനകാര്യം. ധനം ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ധനകാര്യവും മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. എന്ത് വെച്ചിട്ടാണ് ഭരിക്കുക? നിയമപ്രകാരമാണ് നമ്മൾ ഭരിക്കേണ്ടത്. അപ്പോൾ നിയമവും ധനവും, നിയമപ്രകാരം ധനം വെച്ചിട്ട് ഭരിക്കാൻ മുഖ്യമന്ത്രിക്ക് ധനകാര്യം ആവശ്യമാണ്. അപ്പോൾ നിയമവും ധനകാര്യവും ഭരിക്കാനായി പൊതുഭരണം. പിന്നെ ഈ ധനമെല്ലാം വരണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് പലതരത്തിലുള്ള ധനം വരുന്ന മാർഗങ്ങളാണ്. തുറമുഖം വഴി വരാം. സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ വരവിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മാർഗമാണ് ലോട്ടറി. നമുക്കറിയാം, ലോട്ടറിയിൽ നിന്ന് ധാരാളം പൈസ അല്ലെങ്കിൽ ധാരാളം വരവ് നമ്മുടെ കേരളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. ഇതെല്ലാം ശ്രീ വി.ഡി. സതീശൻ്റെ വകുപ്പുകളാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ലോട്ടറിയും എയർപോർട്ട്, മെട്രോ, തുറമുഖം,
സയൻസ് ആൻഡ് ടെക്നോളജി. ഇതെല്ലാം ധനം തരുന്ന അല്ലെങ്കിൽ ധനം വരുന്ന മാർഗങ്ങളാണ്. അപ്പോൾ അത് പ്രകാരം ധനകാര്യമുണ്ട്. ഇതെല്ലാം നിയമപ്രകാരം ഭരിക്കണം. അതുകൊണ്ട് തന്നെ നിയമവകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹമാണ്. ഇതെല്ലാം കൂടി ഭരിക്കാനായി പൊതുഭരണം. ഇത്രയൊക്കെയാണ് പ്രധാനമായും ശ്രീ വി ഡി സതീശൻ്റെ കൈവശമുള്ള പ്രധാന വകുപ്പുകൾ. ഇനി അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുള്ള പ്രത്യേകതയാണ് ഈ മന്ത്രിസഭയിലെ 21 കേരള മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് 16 കേരള നിയമസഭയിലെ 140 അംഗങ്ങൾ ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച അംഗം കൂടിയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ: കേരള മന്ത്രിസഭയിലെ മുതിർന്ന അംഗം, അതുപോലെ തന്നെ 16ാമത് കേരള നിയമസഭാ അംഗങ്ങളിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച അംഗം കൂടിയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് വ്യവസായവും IT-യുമാണ് പ്രധാന വകുപ്പുകൾ. നമുക്കറിയാം, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ UDF മന്ത്രിസഭകളിലെല്ലാം മന്ത്രിയായിരുന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വ്യവസായ വകുപ്പ് മുൻപും കൈവശം വെച്ചിരുന്നിട്ടുള്ള മന്ത്രി കൂടിയാണ്. അപ്പോൾ വ്യവസായ വകുപ്പാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. പിന്നെ IT-യും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലാണ്. അപ്പോൾ അത് ആലോചിച്ചിരിക്കാൻ ഒരു ചെറിയൊരു മാർഗം, കുട്ടി IT. അപ്പോൾ IT മൂലം നമുക്ക് എന്തുണ്ടാക്കാം? വ്യവസായം ഉണ്ടാക്കാം. അപ്പോൾ IT വ്യവസായം കുട്ടിക്കാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം. അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ. അത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, എല്ലാം പോലീസുമായി അല്ലെങ്കിൽ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ ആഭ്യന്തരം, പോലീസ്, തല എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ തലഭാഗത്തല്ലേ ഉദ്ദേശിക്കുക. അപ്പം രമേശ് ചെന്നിത്തല അദ്ദേഹം വഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് തന്നെ, നമ്മളെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ്. പിന്നെ അതോടൊപ്പം തന്നെ വിജിലൻസ്, അതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പാർപ്പിക്കണമെങ്കിൽ ജയിൽ വേണം അല്ലേ. അപ്പോൾ ജയിൽ വകുപ്പ്, പിന്നെ അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ. ഇതെല്ലാമാണ് രമേശ് ചെന്നിത്തല വഹിക്കുന്ന വകുപ്പുകൾ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിട്ടുള്ളത്. അതായത് 28ാമത്തെ വയസ്സിൽ കരുണാകര മന്ത്രിസഭയിലൊക്കെ അംഗമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗം കൂടി, കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന അംഗം കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തതായി ശ്രീ സണ്ണി ജോസഫ്. ശ്രീ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിലെ MLA ആണ് ശ്രീ സണ്ണി ജോസഫ്. സണ്ണി ജോസഫിൻ്റെ വകുപ്പുകൾ വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. അത് നമുക്ക് ഒരു കോഡിലൂടെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സണ്ണി, സൂര്യൻ, സണ്ണി. അപ്പോൾ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതാണ് വൈദ്യുതി. അതേപോലെ തന്നെ പരിസ്ഥിതി, സൂര്യൻ പരിസ്ഥിതിക്ക് പ്രധാനപ്പെട്ടതാണ് സൂര്യൻ അല്ലേ. അപ്പോൾ പരിസ്ഥിതി. പിന്നെ അതേപോലെ തന്നെ പാർലമെന്ററി കാര്യം. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, ഇത്രയും വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ കെ മുരളീധരൻ. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകനായ ശ്രീ കെ മുരളീധരനാണ് ഈ മന്ത്രിസഭയിലെ ആരോഗ്യം, ദേവസ്വം, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ശ്രീ കെ മുരളീധരൻ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ്റെ പര്യായമാണ് മുരളീധരൻ. അതുകൊണ്ട് തന്നെ ദേവസ്വം,
അമ്പലവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, ഗുരുദേവസ്വം വകുപ്പുകളെല്ലാം ശ്രീ മുരളീധരൻ്റെ കയ്യിലാണ്. അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് ശ്രീ മുരളീധരൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഭരിക്കുന്നതാണ് ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, ആയുഷ്. ആയുഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എല്ലാം ആണ് നമ്മുടെ ആയുഷ് എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ആരോഗ്യം, അമ്പലം, ദേവസ്വം മന്ത്രി ആണ് കെ മുരളീധരൻ. അതോടൊപ്പം തന്നെ ആരോഗ്യം, ആരോഗ്യമന്ത്രിയും കൂടിയാണ് കെ മുരളീധരൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷ്യം വേണം അല്ലേ, ഫുഡ് വേണം, ഭക്ഷ്യ സുരക്ഷ വേണം. അപ്പോൾ അതും കൂടി നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ള ഇതിൽ ആലോചിച്ചിരിക്കാം. ഭക്ഷ്യസുരക്ഷയും ആരോഗ്യവും ശ്രീ കെ മുരളീധരൻ്റെ കയ്യിലുള്ള വകുപ്പാണ്. അടുത്തതായി എ പി അനിൽകുമാർ. എ പി അനിൽകുമാർ ഭരിക്കുന്നതാണ് റവന്യൂ. റവന്യൂ വകുപ്പ്. എ പി അനിൽകുമാർ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് ശ്രീ എ പി അനിൽകുമാർ. അദ്ദേഹവും 2001 മുതൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്ന ഒരു MLA കൂടിയാണ് ശ്രീ എ പി അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. അദ്ദേഹം ശ്രീ എ പി അനിൽകുമാർ റവന്യൂ എന്ന് ആലോചിച്ചിരിക്കാൻ ഓർക്കാം. അടുത്തതാണ് ശ്രീ പി സി വിഷ്ണുനാഥ്. നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എല്ലാമായിരുന്നതാണ് ശ്രീ പി സി വിഷ്ണുനാഥ്. നാദം അദ്ദേഹത്തിൻ്റെ വകുപ്പ്. ടൂറിസം, സാംസ്കാരികം, സിനിമ തുടങ്ങിയ വകുപ്പുകളാണ് ശ്രീ പി സി വിഷ്ണുനാഥ് ഭരിക്കുന്നത്. ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, സിനിമ തുടങ്ങിയ വകുപ്പുകളാണ് ശ്രീ പി സി വിഷ്ണുനാഥിൻ്റെ കയ്യിൽ. അതെല്ലാം ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്, അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. ടൂറിസം, സാംസ്കാരികം, സിനിമ, ശ്രീ പി സി വിഷ്ണുനാഥ്. ഇനി അടുത്തതായി ശ്രീ എം ലിജു എന്ന് പറയുന്നതും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വകുപ്പാണ് സഹകരണം, എക്സൈസ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലത്തിൽ നിന്നും ആദ്യമായി ജയിച്ച് MLA ആകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് സഹകരണവും എക്സൈസുമാണ്. അപ്പോൾ എക്സൈസ് വകുപ്പൊക്കെ നമുക്കറിയാം ധാരാളം റെയ്ഡുകളും കാര്യങ്ങളും പരിശോധനകളൊക്കെ നടത്തുന്ന വകുപ്പാണ് എക്സൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ സഹകരണം വേണം അല്ലേ. അപ്പോൾ സഹകരണവും എക്സൈസ് സഹകരിച്ച് റെയ്ഡുകളൊക്കെ നടത്താൻ, അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്താൻ, എക്സൈസ് വകുപ്പിലെ പരിശോധനയൊക്കെ നടത്താൻ സഹകരിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ സഹകരണവും എക്സൈസുമാണ് ശ്രീ എം ലിജുവിൻ്റെ കയ്യിലുള്ള വകുപ്പുകൾ. അടുത്ത ഒരു മന്ത്രി എന്ന് പറയുന്നത് ശ്രീ കെ എ തുളസി. നമ്മളുടെ ഈ 21-അംഗ 16-ാം കേരള നിയമസഭയുടെ മന്ത്രിസഭയിലെ 21-അംഗ മന്ത്രിസഭയിൽ 2 വനിതാ പ്രതിനിധികളാണ് ഉള്ളത്. അതിൽ തന്നെ ആദ്യത്തെ ആള് ശ്രീ കെ എ തുളസി. നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിന്ന് വിജയിച്ചു വന്ന മന്ത്രിയാണ് ശ്രീ കെ എ തുളസി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പുകളാണ്. അപ്പോൾ കോങ്ങാട് നിന്ന് വിജയിച്ചു വന്ന കെ എ തുളസി എന്ന MLA അല്ലെങ്കിൽ മന്ത്രിയുടെ വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗം, അതോടൊപ്പം തന്നെ പിന്നോക്കക്ഷേമം. അങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ശ്രീ കെ എ തുളസി. നമ്മൾ ക്ഷേമം, സ്ത്രീകളാണ് കൂടുതൽ എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുക അല്ലേ വീട്ടിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നതാണ് ആരാണ്? ശ്രീ കെ എ തുളസി. അടുത്തത് ബിന്ദു കൃഷ്ണ ഇതുപോലെ തന്നെ ഒരു വനിതാ പ്രതിനിധിയാണ്. കൊല്ലത്തു നിന്നും വിജയിച്ചു വന്നിട്ടുള്ള ശ്രീ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകളാണ് വനിതാ ശിശുക്ഷേമം. ഒരു വനിതാ മന്ത്രിയായ
ആയിരിക്കില്ലേ, എന്തായാലും വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണം ആരുടെ കയ്യിലായിരിക്കും? അമ്മമാരാണ് കൂടുതലായും അവരുടെയൊക്കെ സംരക്ഷിക്കുക. അപ്പോൾ ഒരു വനിതാ മന്ത്രിയായ ബിന്ദു കൃഷ്ണയുടെ കയ്യിലുള്ള ആദ്യ വകുപ്പാണ് വനിതാ ശിശു സംരക്ഷണം. അവരെയൊക്കെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ അവരെന്ത് വേണം? അവർക്ക് തൊഴിൽ വേണം അല്ലേ? തൊഴിലും കൂടി ഉണ്ടെങ്കിലാണ് എല്ലാവരെയും സംരക്ഷിക്കാനായി സാധിക്കുക. അപ്പോൾ അവർക്ക് തൊഴിൽ വേണം. അപ്പോൾ തൊഴിൽ വകുപ്പും ബിന്ദു കൃഷ്ണയുടെ കയ്യിലാണ്. അടുത്തതാണ് ക്ഷീരവികസനം. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ പാലൊക്കെ കൊടുക്കും നമ്മൾ അമ്മമാരൊക്കെ, കുട്ടികൾക്കും മുതിർന്നവരൊക്കെ. അതേപോലെ ക്ഷീരവികസനം, അപ്പോൾ ആ വകുപ്പും ക്ഷീരം, പാല്, അപ്പോൾ പശുക്കളുടെ അല്ലെങ്കിൽ ക്ഷീരവികസന വകുപ്പും എന്താണ്? ബിന്ദു കൃഷ്ണയുടെ കയ്യിലാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണ വനിതാ ശിശു സംരക്ഷണം എങ്ങനെയാണ് സംരക്ഷിക്കുക? തൊഴിലെടുത്തിട്ട് വേണം സംരക്ഷിക്കാൻ. അപ്പോൾ തൊഴിൽ വകുപ്പ്, അതുപോലെ തന്നെ ക്ഷീരവികസനം, ഇതും കൂടി ആരുടെ കൈവശമാണ്? ബിന്ദു കൃഷ്ണയുടെ കൈവശമുള്ള വകുപ്പുകളാണ്. അപ്പോൾ തെറ്റാതെ പഠിക്കുക. വനിതാ ശിശു സംരക്ഷണം, തൊഴിൽ വകുപ്പ്, ക്ഷീരവികസനം. ഇനി അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് OJ ജനീഷ്. OJ ജനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എല്ലാമായിരുന്നു OJ ജനീഷ്. ഈ മന്ത്രിസഭയിലെ ബേബി എന്ന് പറയും ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് 37 വയസ്സുകാരനായ ശ്രീ OJ ജനീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിച്ചു വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ്. അദ്ദേഹം ആദ്യമായി MLA ആകുന്നതാണ്. ആദ്യ അംഗത്തിൽ തന്നെ മന്ത്രിയും ആകുന്നു ശ്രീ OJ ജനീഷ്. അപ്പോൾ യുവത്വത്തിൻ്റെ ഒരു മന്ത്രിയാണ് അല്ലേ, യുവാക്കളുടെ ഒരു മന്ത്രിയാണ്. ഏറ്റവും യുവത്വം നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരനായ മന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വകുപ്പാണ് യുവജനക്ഷേമം. അപ്പോൾ യുവാക്കളുടെ മന്ത്രിക്ക് തന്നെ എന്ത് കിട്ടിയിരിക്കുകയാണ്? യുവജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനുള്ള യുവജനക്ഷേമം. ഇനി യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ഏർപ്പെടുന്ന ഒരു വിനോദമാണ് കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ കായികം. അപ്പോൾ ആ സ്പോർട്സ് വകുപ്പും യുവജനക്ഷേമവും ഏറ്റവും ചെറുപ്പക്കാരനായ യുവാവായ ശ്രീ OJ ജനീഷാണ് ഭരിക്കുന്നത്. അപ്പോൾ OJ ജനീഷിൻ്റെ കൈവശമുള്ള വകുപ്പുകളാണ് കായികവും യുവജനക്ഷേമവും. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അതായത് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരാണ്? N ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രികൾ രണ്ട് മന്ത്രിമാരുണ്ടാവും. ഇതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് N ഷംസുദ്ദീൻ. മുസ്ലിം ലീഗിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള N ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി. അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണം. അപ്പോൾ പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ വികസനവും N ഷംസുദ്ദീൻ്റെ വകുപ്പുകളാണ്. പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ വികസനം. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസങ്ങളൊക്കെ അല്ലേ. അപ്പം ന്യൂനം, ചെറുത് അല്ലെങ്കിൽ കുറച്ച്, അപ്പോൾ അതാലോചിക്കുക. ന്യൂനപക്ഷ വികസനം, ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസവും. അപ്പോൾ പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ വികസനവും ശ്രീ N ഷംസുദ്ദീനാണ് കൈവശം വെച്ചിരിക്കുന്നത്. അടുത്തത് ഇപ്പം നമ്മൾ പറഞ്ഞു പൊതുവിദ്യാഭ്യാസം പറഞ്ഞു. ഇനി അടുത്തത് ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രിയാണ് ശ്രീ റോജി M ജോൺ. അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് പൊക്കത്തിലുള്ള ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയിട്ടുള്ള മന്ത്രിയാണ്. അപ്പോൾ ഉന്നതം, കുറച്ച് ഹൈറ്റുള്ള ആളാണെന്ന് ആലോചിച്ചിരിക്കാൻ ഉള്ള കോഡാണ് പറഞ്ഞു തരുന്നത്. റോജി M ജോൺ ആണ്, ശ്രീ റോജി M ജോൺ ആണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി. കുറച്ച് ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് ആരാണ്? റോജി M ജോൺ. അടുത്തതായി ശ്രീ ടി സിദ്ദിഖ്. ഇതുപോലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെല്ലാമായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ടി സിദ്ദിഖ്. വയനാട് മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചാണ് ശ്രീ ടി സിദ്ദിഖ് 16ാം കേരള നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് കൃഷി. നമുക്കറിയാം വയനാട് എന്നെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് ധാരാളം തേയിലത്തോട്ടങ്ങളും കൃഷിത്തോട്ടങ്ങളും എല്ലാമാണ് നമ്മൾ ആലോചിക്കുക അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന ശ്രീ ടി സിദ്ദിഖിന് എന്താണ്? കൃഷി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം കൃഷിയിടങ്ങളുള്ള വയനാട് നിന്നും വന്നിരിക്കുന്ന ശ്രീ ടി സിദ്ദിഖിന് കൃഷി വകുപ്പ്. അപ്പോൾ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ് ശ്രീ ടി സിദ്ദിഖ്. അടുത്തതാണ് KM ഷാജി.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ശ്രീ KM ഷാജി. മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രിയാണ് ശ്രീ KM ഷാജി. ഒരു നല്ല ഒരു പ്രാസംഗികനും തീപ്പൊരി പ്രാസംഗികൻ എന്നെല്ലാം പറയുന്ന ഒരു വ്യക്തിയുമാണ്, അല്ലെങ്കിൽ നിയമസഭാംഗമെല്ലാമാണ് ശ്രീ KM ഷാജി എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വകുപ്പ് തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ശ്രീ KM ഷാജിക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് PK ബഷീർ. PK ബഷീർ ഏറനാട് മണ്ഡലത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗമാണ് ശ്രീ PK ബഷീർ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ്. PWD അതായത് പൊതുമരാമത്ത്, പാ വെച്ചിട്ടുള്ള വകുപ്പുകൾ തന്നെ അല്ലേ, അല്ലെങ്കിൽ P വെച്ചിട്ടുള്ള PWD. അപ്പോൾ PK ബഷീർ, PK ബഷീറിന് PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് എന്ന് പറയുന്ന വകുപ്പ്. PK ബഷീർ പൊതുമരാമത്ത്. അടുത്തതാണ് VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ നമ്മളുടെ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. മുൻ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ്. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പുകളാണ് VE അബ്ദുൽ ഗഫൂർ ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഫിഷറീസും സാമൂഹ്യ നീതിയും. ഗഫൂർ ഫിഷറീസ്, വെച്ചാലോചിക്കുക, ഫിഷറീസ്, ഗഫൂർ ഫിഷറീസ്, പിന്നെ സാമൂഹ്യനീതിയും കൂടി അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അടുത്തതാണ് മോൻസ് ജോസഫ്. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ശ്രീ മോൻസ് ജോസഫ്. അടുത്തതായി അനൂപ് ജേക്കബ് നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭ UDF മന്ത്രിസഭയിലെല്ലാം അംഗമായിട്ടുള്ള വ്യക്തി തന്നെയാണ്. മുൻ മന്ത്രിയായിരുന്ന TM ജേക്കബിൻ്റെ മകനായ ശ്രീ അനൂപ് ജേക്കബ്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഭക്ഷ്യ പൊതുവിതരണം. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ്. അടുത്തതായി ഷിബു ബേബി ജോൺ. നമുക്കറിയാം, മുൻ മന്ത്രിയായിരുന്ന ബേബി ജോണിൻ്റെ മകനാണ് ഷിബു ബേബി ജോൺ. അദ്ദേഹവും കഴിഞ്ഞ മന്ത്രിസഭകളിലെല്ലാം അംഗമായിട്ടുള്ള വ്യക്തിയാണ്. വനം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിട്ടുള്ള ശ്രീ ഷിബു ബേബി ജോൺ. ഇത്രയുമാണ് ഈ വട്ടത്തിൽ, അതായത് 16ാം കേരള നിയമസഭയിലെ മന്ത്രിസഭയിലെ 21 അംഗങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്തിരിക്കാനുള്ള ചെറിയ ചെറിയ ട്രിക്കുകളെല്ലാം നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഓർത്തും കേട്ടും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ഈ നിയമസഭാ ഇലക്ഷൻ. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും അവരുടെ വകുപ്പുകളും കൃത്യമായി സ്ഥിരമായി ചോദിക്കാവുന്ന ഒരു ചോദ്യ മേഖല കൂടിയാണ് ഇത്. ഈ വർഷം ഇലക്ഷൻ നടന്നതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പരീക്ഷകളിൽ ഇനി അങ്ങോട്ട് ചോദിക്കാൻ വളരെ ചാൻസുള്ള ഒരു ചോദ്യം ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായും 1 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് ഈ 16ാം കേരള നിയമസഭ. അതായത് 2026 നിലവിൽ വന്നിട്ടുള്ളത് 16ാമത് കേരള നിയമസഭ, 13ാമത് മുഖ്യമന്ത്രി. ഇനി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുള്ളത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ 16ാം കേരള നിയമസഭയിൽ വന്നിട്ടുള്ളതും ശ്രീ പ്രൊഫസർ C രവീന്ദ്രനാഥ്, അതായത് തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള പ്രൊഫസർ C രവീന്ദ്രനാഥിനാണ്. 124 വോട്ടിനാണ് അദ്ദേഹം ശ്രീ TN പ്രതാപനെ പരാജയപ്പെടുത്തി ഈ നിയമസഭയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കാം. ഏറ്റവും ചെറിയ ഭൂരിപക്ഷം പ്രൊഫസർ C രവീന്ദ്രനാഥിന്, ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക്. അങ്ങനെയെല്ലാം ഉള്ള ചില ഡാറ്റകൾ പ്രത്യേകം ഓർത്തുവെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മന്ത്രിസഭ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിക്കാനായി സാധിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.